ശ്രദ്ധ അനുഭവ നവപ്രഭതോറി അനുദിന മകരാരുളി വിതരും അതിലാനന്ദം നിറയും അകരാരുളി വിതരും അതിലാനന്ദം നിറയും. മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സഭയിലെ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രത്യേക പരിപാടിയിൽ ഇന്ന് ഒരു വിശിഷ്ട അതിഥിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ പട്ടം സെൻറ്റ് മേരീസ് സ്കൂൾ, എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലുതും നിലവാരത്തിൻ്റെ കാര്യത്തിൽ മികച്ചതുമായ ഈ സ്കൂളിൻ്റെ അമരക്കാരൻ, പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന CC അച്ഛൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റവറൻ ഫാദർ ജോൺ CC ചരൂപുരയിടത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നു. അച്ഛ, കാത്തലിക് ടിവിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അച്ഛനോട് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമല്ല, ഒരു ഒബ്സർവേഷനാണ്. CC അച്ഛൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന അച്ഛൻ്റെ പേരിന് പകരമായിട്ടുള്ള ഒരു പദം ഡിസിപ്ലിൻ എന്നാണ്. ഒരുപക്ഷെ അച്ഛനെ പരിചയമുള്ള എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. ഈ ഒരു വലിയ സ്കൂളിൻ്റെ 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെൻറ്റ് മേരീസ് പട്ടം സ്കൂളിൻ്റെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന അച്ഛന് എങ്ങനെ ഈ സ്കൂളിനെ നമ്മുടെ പൊതുസമൂഹത്തിനൊന്ന് പരിചയപ്പെടുത്താൻ സാധിക്കും? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാലയമാണ് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം. 12,500-ലധികം വിദ്യാർത്ഥികൾ, ഏതാണ്ട് 13,000 വിദ്യാർത്ഥികൾ ഇവിടെ KG മുതൽ 12ാം ക്ലാസ് വരെ പഠനം നടത്തുന്നു. ഇത്രയും ബൃഹത്തായ ഒരു കലാലയത്തെ നയിച്ചുകൊണ്ട് പോകുന്നത് മനുഷ്യരാൽ അത്ര സാധ്യമായ കാര്യമല്ല. എങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും കരുണയും സഹായവും ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ട് നാം ആ ഡിസിപ്ലിൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. പകർച്ചയാണല്ലോ അറിവെന്ന് പറയുന്നത്. എനിക്കുള്ള അറിവ്, എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ളവരിലേക്ക് ഞാൻ പെരുമാറുന്നത് വഴി, ഇടപെടുന്നത് വഴി, എൻ്റെ ജീവിത ചര്യകൾ വഴി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ഈ 12,500 വിദ്യാർത്ഥികളെ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവമാതാവിൻ്റെ സഹായമൊക്കെ അനിവാര്യമാണ്. അവരുടെ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ, ദൈവമാതാവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഓരോ ദിവസം കഴിയുന്തോറും സെൻറ്റ് മേരീസ് സ്കൂള് മെച്ചപ്പെട്ട് വരുന്നെന്ന് കാണുമ്പോൾ ദൈവാശ്രയം നമുക്ക് നൽകുന്ന പ്രതിഫലമാണ് മനസ്സിലാക്കുന്നത്. കൊച്ചുനാൾ മുതൽ എന്നെ ജീവിതത്തിൽ, കുടുംബത്തിൽ ചിട്ട പഠിപ്പിച്ചിരുന്നു മാതാവും പിതാവും. പ്രാർത്ഥന, കൃത്യസമയത്ത് പ്രാർത്ഥിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് സ്കൂളിൽ പോകണം, കൃത്യസമയത്ത് പള്ളിയിൽ പോകണം. അങ്ങനെ വന്ന് ചിട്ട വന്നപ്പോൾ എനിക്ക് സ്കൂളിൽ ഏറ്റവും ആഗ്രഹമായിരുന്നു NCC ചേരണം. വലിയ പൊക്കമില്ലായിരുന്നെങ്കിലും അന്നത്തെ സാറിനോട് നിർബന്ധം പിടിച്ച് ഞാൻ NCC ചേർന്നു. അതോടൊന്നും ഒരു ഡിസിപ്ലിൻ ഫോർമേഷൻ അവിടെയും കിട്ടി. സെമിനാരിയിൽ വന്നു, അവിടെയും പ്രീഫെക്റ്റായി, പൾസേറ്ററായി, ആലുവ മേജർ സെമിനാരിയിലെ പൾസേറ്ററായി, അവിടെ കൊയർ മാസ്റ്ററായി. അങ്ങനെയൊക്കെ പോയപ്പോഴൊക്കെ ഒത്തിരി ഫോർമേഷൻ നമ്മളിലേക്ക് മറ്റു പല ഇടങ്ങളിൽ നിന്നും വന്നു. എനിക്ക് ലഭിച്ച ഈ നന്മ, പിന്നെ എൻ്റെ വല്യപ്പച്ചൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടി ചേർത്തായിരിക്കും എനിക്കിങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഫോം ചെയ്യാൻ ദൈവം ഇടയാക്കി തീർത്തത്. അതുവഴി നമ്മുടെ സ്കൂളിലേക്ക് അത് കൊണ്ടുവരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവരെ അക്ഷരാർത്ഥം അനുസരിക്കുന്നുണ്ട്. അതവർക്ക് നമ്മളിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു നോട്ടം മതി എന്ന് കുട്ടികൾ പറയും. ഒരു നോട്ടത്തിൽ കുട്ടികൾ മുഴുവനും വലുതായി കൂട്ടം കൂടി നിൽക്കുമ്പോൾ വെള്ളം ഒലിച്ചു പോകുന്ന പോലെ ഒരു ക്ലാസ്സിൽ പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡിസിപ്ലിൻ ഉള്ളവർക്കെല്ലാം ഇതൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ മാത്രം ഒരു പ്രത്യേകതയാകണമെന്നില്ല. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല അച്ഛൻ്റെ ജീവിതം. കാരണം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ആത്മീയ ഡിസിപ്ലിൻ, അതിൻ്റെ ഒരു തുടർച്ചയാണ്. അച്ഛൻ്റെ സഹോദരൻ സ്ലീബാദാസ് അച്ഛൻ ഒരു വൈദികനാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരും ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു വരുമ്പോൾ വളരെ മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ചയാണ് അച്ഛൻ ഇന്നും തുടർന്നു പോകുന്നത്.
അപ്പോൾ ഈ വലിയ സ്കൂള്, ബൃഹത്തായ സംവിധാനങ്ങളുള്ള ഈ സ്കൂള് ഒരുപക്ഷെ രാജഭരണകാലത്ത് തന്നെ തുടങ്ങുകയും ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിട്ടുമുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി സ്കൂളിനെക്കുറിച്ച് ഒരു ചരിത്രപരമായ ഒരു വിശദീകരണം തരികയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ ഈ സ്കൂളിൻ്റെ പേര് ആദ്യകാലങ്ങളിൽ സജീവോത്തമ ഷഷ്ഠബ്ദി പൂർത്തി വിദ്യാലയം എന്നായിരുന്നു. സർ CP-യുടെ ഷഷ്ഠബ്ദിയോട് ചേർത്ത് ക്രമീകരിക്കപ്പെട്ട ഗവൺമെൻറ് അന്നത്തെ ദിവാനോടുള്ള സർ CP-യോടുള്ള ബഹുമാനാർത്ഥം തുടങ്ങിയ സ്കൂളാണ്. 1940 ഈ സ്കൂൾ ആരംഭിച്ചു. 12 അധ്യാപകർ 12 അധ്യാപകരും 260 വിദ്യാർത്ഥികളും 9 ഡിവിഷൻസും. ഈ 9 ഡിവിഷൻസ് ഒരുമിച്ച് തുടങ്ങുന്ന ഒരു കലാലയവും തുടങ്ങിയിട്ടുള്ള ഒരു കലാലയവും കേരളത്തിൽ ഇല്ല. അക്കാലത്ത് 9 ഡിവിഷൻ നമുക്ക് ചിന്തിക്കാനേ പറ്റും. അപ്പോൾ ചരിത്രമാണ്. സെൻറ്റ് മേരീസ് സ്കൂൾ എപ്പോഴും ചരിത്രം വിരചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം തന്നെ ഒരു ചരിത്രമാണ്. അന്ന് 260 ആരംഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്നിപ്പോൾ 12,500 കഴിഞ്ഞിരിക്കുകയാണ്. 212 ക്ലാസ്സുകളാണ്, ബാച്ചസ്. എത്രത്തോളം 10,000-ഓളം ആൺകുട്ടികളും 3,500 പെൺകുട്ടികളും. അപ്പോൾ അങ്ങനെ വലിയ ഒരു ചരിത്രം നമ്മുടെ സ്കൂളിനുണ്ട്. ഇത് ആരംഭിച്ചത് ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വമാണ് ഈ സ്കൂള് ഇവിടെ ആരംഭിക്കാൻ ഇടയായത്. 1940 ആരംഭിച്ചു ഈ സ്കൂള്. അന്ന് രാജകുടുംബത്തിൻ്റേതായിരുന്നു, തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ. അവിടെ നിന്ന് ആ സ്കൂള് അത്രമാത്രം കഴിവുണ്ടായിട്ടാണല്ലോ മാർ ഇവാനിയോസ് പിതാവിൽ വന്ന് എത്തിപ്പെട്ടത്. മാർ ഇവാനിയോസ് പിതാവ് അത് വാങ്ങുകയും അതിന് പേര് കൊടുത്തു സെൻറ്റ് മേരീസ് ഹൈസ്കൂളെന്ന്. സെൻറ്റ് മേരീസ് ഹൈസ്കൂളായിട്ട് തുടങ്ങുന്ന ഏക സ്കൂളാണ് അന്ന് അക്കാലഘട്ടത്തിൽ. അതിനെ പിതാവ് വെള്ളമൊഴിച്ച് നനച്ചു. അത് വളർന്നു. മറ്റുള്ള സ്ഥലത്തുനിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ശിവശങ്കരപ്പിള്ള സാറാണ്. അങ്ങനെ C. ഫിലിപ്പ് സാറ്, നമ്മുടെ അച്ഛന്മാർ, ഇങ്ങനെ തുടങ്ങി A. തോമസ് സാറ്, അലക്സാണ്ടർ സാറ്, കരൂരച്ഛൻ, വർക്കിയച്ഛൻ, ഇപ്പോൾ എന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സാമൂഹിക മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വിദ്യാലയമായിട്ട് ഇത് മാറി. പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇതിൻ്റെ ഒരു റൂട്ട് സറാംപൂരിൽ നിന്ന് ഒരു പക്ഷേ നേടിയ അനുഭവ സമ്പത്തൊക്കെ ആയിട്ട് മാർ ഇവാനിയോസ് പിതാവ് തുടങ്ങി. പിന്നീട് മറ്റ് ഗ്രിഗോറിയസ് പിതാവും ബെസിലിയസ് പിതാവും നമ്മുടെ ക്ലിമീസ് പിതാവ് വരെ തുടരുന്ന ഒരു വലിയ നിര തന്നെ ഉണ്ട്. സത്യത്തിൽ നമ്മുടെ ഒരു ശക്തി, ഈ വിദ്യാലയത്തിൻ്റെ ശക്തി ഒരു സ്പിരിച്വൽ ബാക്കപ്പ് കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ കേട്ടിട്ടുള്ള, എന്നെ കാണുന്ന രക്ഷിതാക്കൾ എപ്പോഴും പറയും ഈ സ്കൂളിൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. രാവിലെ പ്രാർത്ഥനയോടുകൂടിയേ തുടങ്ങത്തുള്ളൂ. ഒരിക്കലൊരു സഹോദരൻ, ഒരു പാർട്ടി പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ ഈ സ്കൂൾ നടക്കത്തില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ആരെല്ലാം ഇതിനെ എതിർത്താലും പ്രാർത്ഥനയുണ്ടായിരിക്കും. ഇത് ഇന്ന ആളെന്ന് ദൈവമല്ല, ഒരാളേ ഉള്ളൂ, ഒരു ശക്തി. അപ്പോൾ പ്രാർത്ഥനയുണ്ട്. കുട്ടികളുടെ ആദ്യത്തെ ഈശ്വരഗാനം, ഈശ്വര പ്രാർത്ഥന, അതിനുശേഷം പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും, അല്ല മറ്റ് അധ്യാപകൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു ഗുണദോഷം, കുട്ടികൾക്കൊരു ഇൻസ്ട്രക്ഷൻ എല്ലാ ദിവസവും 5 മിനിറ്റ് അല്ലെ 3 മിനിറ്റിനകത്ത് കൊടുക്കും. അതാണ് അവരെ സത്യത്തിൽ കൂടുതൽ ജീവിതത്തിൽ അവർക്ക് ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് അവരുടെ രക്ഷകർത്താക്കളും ബാക്കിയുള്ളവരെല്ലാം വന്ന് എന്നോട് പറയാറുണ്ട്. PTA ഇതിനെപ്പറ്റി എപ്പോഴും അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഇതിൻ്റെ സപ്പോർട്ടീവ് മെമ്പേഴ്സാണ്. അങ്ങനെ വളരെ ശക്തിയാർന്ന ഒരു നിലയിൽ പ്രാർത്ഥനയുടെ ഒരു ശക്തിയിലാണ് ഈ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പലയിടത്തും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയാണ്. സെൻറ്റ് മേരീസിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം സ്ഥലമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇവിടുത്തെ ഡിസിപ്ലിനും തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രാർത്ഥനാരൂപിയും. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ കിട്ടുന്നത് ക്രീമി ലെയർ അല്ല. ഇവിടെ കിട്ടുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ടവൻ, സാമ്പത്തികമായിട്ട് ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ മക്കളാണ്. ഒരു ബഹുഭൂരിപക്ഷവും ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ മക്കളാണ് 50%. പക്ഷേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ മാത്രമായിരിക്കും ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ മിനിസ്റ്ററിൻ്റെ മകനും ഇരുന്നെന്ന് വരും. അതിനൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറിൻ്റെ മകനും ഇരുന്നെന്ന് വരും.
അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. പല സ്ഥലങ്ങളിലും ഒരു ഫിൽറ്ററിങ് ഉണ്ടാകും, ഇവിടെ ഒരു ഫിൽട്രേഷൻ ഇല്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ മറ്റ് ഒരുപാട് സ്കൂളുകൾ തിരുവനന്തപുരത്ത് സ്കൂളുകൾക്ക് ഒരു പഞ്ഞവുമില്ല, ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പം നമ്മുടെ സ്കൂളിന് എന്താണ് പ്രത്യേകത? അച്ഛൻ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം. അതല്ലാതെ കുറച്ചുകൂടി നമ്മൾ ഗഹനമായിട്ട് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ എടുത്ത് കാണിക്കാവുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയേറെ ഒരു സമൂഹത്തെ വർഷങ്ങളായിട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഈ സ്കൂളിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് രക്ഷകർത്താക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. പല സ്ഥലത്തു നിന്ന് രക്ഷകർത്താക്കൾ പരസ്പരം സംസാരിക്കും, എവിടെ ചേർക്കണം കുട്ടിയെ, എവിടെ ചേർക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആളുകളോട് ചോദിച്ചു, എവിടെ ചേർക്കണം? സെൻറ്റ് മേരീസിൽ ചേർക്കണം. അതുപോലെ തന്നെ വിദേശത്തുള്ള ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂള് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ അതിനാണ് പ്രാധാന്യം നൽകുന്നത്. മൂല്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് ആരോട് ചോദിച്ചാലും നാക്കെടുത്ത കള്ളമേ പറയും, സത്യം കാണാനേ ഇല്ല. സത്യമേവ ജയതേ, സത്യം വദഹ സത്യം ചരഹ. ഇന്ന് എന്ത് ചെയ്യും? സത്യത്തെ ചവച്ചരയ്ക്കുകയാണ് മനുഷ്യൻ. സത്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടും, പക്ഷേ അത് ഇഴഞ്ഞാണെങ്കിലും വരും. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ മൂല്യങ്ങൾ നൽകുവാൻ നമ്മളേറെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അച്ഛാ, അപ്പോൾ പ്രിൻസിപ്പൽ അച്ഛനോട് ചേർന്ന് നിന്ന് നമ്മുടെ വളരെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം അധ്യാപകരും നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ എന്താണ് അവരുടെ ഒരു ഡീലിംഗ് രീതി? കുട്ടികളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? കുട്ടികളെ അവരുടെ മക്കളെ പോലെയാണ് നമ്മുടെ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും ഇവിടം വിട്ടു പോകുന്ന വലിയ വിഷമമാണ്. 10ാം ക്ലാസ് അല്ലെ 12 കഴിയുമ്പോൾ എന്താണ്, ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ ടീച്ചേഴ്സും അത്ര നല്ലവരാണ്, അത്ര സ്നേഹമുള്ളവരാണ്. അവർ BA-ക്ക് MA-ക്കൊക്കെ പോയി ചേർന്നതിന് ശേഷം, അല്ലെ BSc-ക്ക് പോയി ചേർന്നതിന് ശേഷം എന്നെ അധ്യാപകരെ കാണാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട്? അവിടെ ഒന്നുമില്ല, ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല. നമ്മുടെ സ്കൂളിലൊരു പ്രത്യേകത, അധ്യാപകർ കുട്ടികളെ അങ്ങേയറ്റം പരിഗണിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 1200 എപ്പിസോഡാണ് കുട്ടികൾക്ക് പഠിക്കാനായി ഇവിടെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓൺലൈനായിട്ട് എന്ത് ചെയ്തത്, സംപ്രേഷണം ചെയ്തത്. ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ചിന്തിച്ച് നോക്കി, 1200 CD നമ്മളിപ്പം കളക്ട് ചെയ്ത് കഴിഞ്ഞു. 1200 എപ്പിസോഡായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഓൺലൈൻ വഴിയായിട്ടത് നൽകി കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇല്ലായിരുന്നു എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുകയില്ല. 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഇവിടെ ഏതാണ്ട് റെഗുലർ ക്ലാസ് സ്കൂളിൽ വരുന്നില്ല എന്നുള്ള ആളിൻ്റെ ബോഡി ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ സ്കൂളിനെ വ്യത്യസ്തമാക്കിയ പേരൻസ് കൂടുതൽ ആഗ്രഹിക്കുകയും. അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞു PTA കുറിച്ചൊന്ന് പരാമർശിച്ചായിരുന്നു. ഈ PTA വളരെ വിപുലമായ ഒരു റേഞ്ചാണ് PTA-ക്കുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ സ്കൂളിലെ PTA എപ്പോഴും സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്നൊരു PTA-ആണ്. ഗവൺമെൻറ് സിസ്റ്റത്തിലെ PTA പോലെ സ്കൂളിനെ മുഴുവൻ അങ്ങ് ആവഹിച്ചെടുക്കുന്നൊരു PTA അല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറ്റത്തുമില്ല. കാരണം ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാകയാൽ, എയ്ഡഡ് മാനേജ്മെൻ്റ് ആയതുകൊണ്ട് പ്രത്യേകമായിട്ടിവിടെ പ്രിൻസിപ്പൽ, HM ഒക്കെ പറയുന്ന തീരുമാനമനുസരിച്ചാണ്, മാനേജരൊക്കെ പറയുന്ന തീരുമാനത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് PTA-ക്കാർ. അപ്പോൾ വളരെ നമുക്ക് സന്തോഷം തോന്നും. പണ്ടത്തെയൊക്കെ PTA പ്രസിഡൻറ്റുമാരൊക്കെ വളരെ കരുതലോടുകൂടിയാണ് വിജയൻ സാറിനെ പോലെയൊക്കെയുള്ള, രമണൻ സാറ്, വിജയൻ സാറ്, ജയകുമാർ സാറ്, ഷാജി സാറ്, അനിൽകുമാർ സാറ്, ഇവരൊക്കെ നമ്മളുടെ വിളിപ്പുറത്ത് വരുമായിരുന്നു. കാരണം അധികാരത്തിൻ്റെ ഇതുകൊണ്ടല്ല, മറിച്ച് ഈ സ്കൂളിലെ നന്മ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂടി സംലഭ്യമാകണം എന്നുള്ളതുകൊണ്ട് അവർ പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ കൊണ്ട് സഹായിക്കുന്നു. പിന്നെ ഏതൊരു കാര്യം പറഞ്ഞാലും നെഗറ്റീവല്ല, അവർ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പല മേഖലകളിൽ. ഇപ്പോൾ ലൈബ്രറി തുടങ്ങാൻ പോയി, പുതിയ ലൈബ്രറി ആരംഭിക്കാൻ. ലൈബ്രറി ഉണ്ടെങ്കിൽ അത് റിനോവേറ്റ് ചെയ്യാൻ അവരേതാണ്ട് 4500 പുസ്തകത്തോളം അവർ ഡൊണേറ്റ് ചെയ്തു. പേരൻസ് കുഞ്ഞുങ്ങൾ 10,000-ഓളം പുസ്തകം ഡൊണേറ്റ് അവരുടെ ഓരോരുത്തരും ഓരോന്ന് കൊണ്ട് തന്നു. പിന്നെ നമ്മൾ ക്ലാസ് ലൈബ്രറി ഉണ്ടാക്കി 5, 6, 7, 8, 10, 11, 10ലെ പിള്ളേർ പോകുമ്പോൾ 10ലെ മുഴുവൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. 12ലെ കുട്ടികൾ പോകുമ്പോൾ ആ ക്ലാസ്സിലെ ക്ലാസ്സുകളിലെ മുഴുവൻ പുസ്തകവും ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ സ്കൂളിലെ ജനറൽ ലൈബ്രറിയിലേക്ക് എടുക്കും. ക്ലാസ് ലൈബ്രറി ഉണ്ട്, ജനറൽ ലൈബ്രറി ഉണ്ട്. പല സ്കൂളുകളിലും ഈ ക്ലാസ് ലൈബ്രറി ഒരു ആശയമായിട്ട് മാത്രം നിലനിൽക്കുന്നതാണ്, പക്ഷേ അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം. ഇവിടെ നമ്മൾ ക്ലാസ് ലൈബ്രറി, ക്ലാസ് ഗാർഡൻ, കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാനും കൂടി നമ്മൾ കൊടുക്കണം. ഒരു ലൈബ്രറി പുസ്തകം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവനിൽ വേണ്ടാത്ത ചിന്തയൊക്കെ മാറും, അവൻ കുറച്ചുകൂടി പോസിറ്റീവാകും.
അവൻ അവിടെ പോയി ഒരു പുസ്തകം ചോദിച്ചു, ഇവിടെ നിന്നൊരു പുസ്തകം എടുത്തു, അല്ലെ ക്ലാസ്സിൽ ഷെൽഫെല്ലാം റെഡിയാക്കി വെച്ചു. ഷെൽഫ് റെഡിയാക്കാൻ ഒരാൾ, പുസ്തകം അടുക്കാൻ ഒരാൾ, പേരെഴുതാൻ ഒരാൾ, ലൈബ്രറിയിൽ ഒരാൾ, ഇവർ 5-6 പേര് അവിടെ തന്നെ ഒക്കുപ്പേഡാണ്. അവരെ കൂട്ടി അവരുടെ കൂട്ടുകാർ ഇവരോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടാത്ത അടിയും പിടിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല. അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണ്. ഈ ലൈബ്രറി പോലെ തന്നെയാണല്ലോ 212 ക്ലാസ്സുകളുണ്ട്, എല്ലാം സ്മാർട്ട് ക്ലാസ്സാണ്, എല്ലാം സ്മാർട്ട് ക്ലാസ്സാണ്. അപ്പോൾ കുട്ടികളുടെ നിലവാരം ഒരു പാടേ അങ്ങ് മാറിയിരിക്കുന്നു, സാധാരണ ഉള്ള ഒരു നിലവാരത്തിൽ നിന്ന് വളരെയധികം. അപ്പം ഇത് നമ്മൾ പറയുന്ന പാഠ്യ കാര്യങ്ങളെക്കുറിച്ചാണ്. പാഠ്യേതര കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു കുറ്റവും പറയാനില്ല. സെൻറ്റ് മേരീസ് സ്കൂളിൽ ഇല്ലാത്തതൊന്നുമില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ 1-2 കൊച്ചു കാര്യങ്ങൾ, കലാകായിക കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ കേരള സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള ഒത്തിരി കലാകാരന്മാർ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്യുന്നത്? നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് ഓടുവാനും കളിക്കുവാനും അവരുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. കായിക മേഖലയെപ്പറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഫുട്ബോളുണ്ട്, ബാസ്ക്കറ്റ് ബോളുണ്ട്, അത് ഒന്നാം തരം ഒരു. പക്ഷേ അച്ഛാ, ഇവിടുത്തെ ഒരു പ്രത്യേകത സാധാരണ ഗ്രൗണ്ട് കാണുന്നത് പോലെയല്ല, ഒരു സ്മാർട്ട് ഗ്രൗണ്ട് എന്ന് നമുക്ക് തോന്നുന്ന പോലെയാണ്. ഭയങ്കര വൈവിധ്യമുള്ള ഒരു ഗ്രൗണ്ടാണ്. അച്ഛനെ അതിന് കൊടുത്ത ശ്രദ്ധ ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, ഗവൺമെൻറ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടി നമ്മൾ ചെയ്തെടുത്തതാണ്. അതൊരു സിന്തറ്റിക് ട്രാക്കാണ്. സിന്തറ്റിക്കായിട്ട് ചെയ്ത് മനോഹരമാക്കി അതിന് സൈഡിലും എല്ലാം ഒട്ടിച്ച് ഒരു പവലിയനും ക്രമീകരിച്ച് അതിനോട് ചേർന്നൊരു പവലിയന് ലൈറ്റ്, ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കി തീർത്ത. അപ്പോൾ പിന്നെ നൈറ്റിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോയ്സിന് പ്രാക്ടീസ് ഉണ്ട് നൈറ്റിലും, കാരണം ഗേൾസിന് പകല്, ബോയ്സിന് നൈറ്റിൽ. അങ്ങനെ നമ്മൾ ഈ ഇത്രയും 13,000 കുട്ടികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 13,000 കുട്ടികളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്പോർട്സ് സൈറ്റത്തിൽ ഈവൻറ്റിലല്ല, ഒരു ഗെയിമിലല്ല. ഫുട്ബോളുണ്ട്, വളരെ മിടുക്കന്മാരായ ഫുട്ബോളേഴ്സുണ്ട്. ക്രിക്കറ്റ് നമുക്കൊരു അക്കാഡമി ഉണ്ട്, ബാസ്ക്കറ്റ് ബോൾ അക്കാഡമി ഉണ്ട്, ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട്, ഫുട്ബോളിന് ടീമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുട്ടികളെ ബാൻഡ് ട്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ബാൻഡ് സെറ്റുണ്ട്. ഇപ്പോൾ നമ്മുടെ അവധിക്കാലത്ത് സ്വിമ്മിങ് വരെ ഇവിടെ സ്വിമ്മിങ് ഉണ്ടായിരുന്നു. സ്വിമ്മിങ്, പിന്നെ ടെന്നീസുണ്ട്, ടേബിൾ ടെന്നീസ്, ഗ്രൗണ്ട് ടെന്നീസ്, ഇതെല്ലാം കുട്ടികൾക്ക് സംപ്രാപ്യമാക്കത്തക്ക രീതിയിൽ നമ്മളത് ക്രമീകരിച്ച്, അത് നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഗ്രൗണ്ട് മുഴുവനും നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി ഒരു 3-4 ലക്ഷം രൂപ കൊടുത്ത് നല്ല നിരന്ന ഗ്രൗണ്ടാക്കി മാറ്റി. അതോട് ചേർന്നൊരു പവലിയൻ പണിഞ്ഞ് കുട്ടികൾക്ക് ഇരുന്ന് കളി കാണാൻ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും. പിന്നെ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, അൺഎയ്ഡഡ് സ്കൂളല്ല. പക്ഷേ ആരും കാഴ്ചയിൽ ഇത് അൺഎയ്ഡഡ് സ്കൂളാണെന്നേ കരുതത്തുള്ളൂ. അച്ഛനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഗ്രൗണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ വളരെ നിലവാരം ഉയർന്ന ഒരു ഓഡിറ്റോറിയം. അത് അച്ഛൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ അതിൽ വന്നതുകൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ കലാമേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടുമാണ്. നമുക്കൊരു തിരുവനന്തപുരത്ത്, കേരളത്തിൽ നല്ലൊരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റോറിയം ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് അതിന് ആ ഒരു മേഖലയിൽ അച്ഛൻ ചെയ്തത്? ഈ നമ്മുടെ ഈ ഓഡിറ്റോറിയം 10-20 വർഷത്തിന് മുമ്പ് പണിഞ്ഞത് ക്രമീകരിച്ചതാണ്. അന്ന് മുതൽ അതേ ഒരു ബോഡി സ്ട്രക്ചർ കിടക്കുന്നേ ഉള്ളൂ. വലിയൊരു ഓഡിറ്റോറിയമാണ്, പക്ഷേ അതിൻ്റേതായ ഒരു വൃത്തിയോ ഒരു വെടിപ്പോ പോലും നമുക്കന്ന് തോന്നിയില്ല. ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബായോട് ഞാൻ അഭിപ്രായം പറഞ്ഞു. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പിതാവിൻ്റെ അഭിപ്രായം ആരായും, പിതാവാണ് നമുക്ക് അഭിപ്രായം വേണോ വേണ്ട എന്ന് പറയുന്നത്. ആരും ചോദിക്കും, പിതാവ് ഇങ്ങനെ കാര്യം ഒന്ന് റിനോവേറ്റ് ചെയ്യട്ടെ. പിതാവ് സന്തോഷത്തോട് പറഞ്ഞു റിനോവേറ്റ് ചെയ്യുക. അങ്ങനെ അത് ഒരു 2-3 മാസത്തെ സഫരി കൊണ്ടാണ് അത് റിനോവേറ്റ് ചെയ്ത് ഹൈടെക് ഓഡിറ്റോറിയമാക്കി മാറ്റി. ഇന്ന് അവിടെ ആര് വന്നാലും അവിടെ തന്നെ ഇരുന്ന് ഇത് കുറച്ച് നേരം, നമ്മുടെ സിനഡ് പോലും അവിടെ വെച്ചാണ് നടത്തിയത്. ഗവൺമെൻറ്റിൻ്റെ പല പരിപാടിക്കും അത് ചോദിച്ച് പല പരിപാടി അവിടെ വെച്ച് നടത്തി കഴിഞ്ഞു. അപ്പോൾ പലരും ഇപ്പോൾ ഇത് ആവശ്യപ്പെട്ട് വരികയാണ്. അങ്ങനെ മനോഹരമായി ഒരു ഓഡിറ്റോറിയം, മനോഹരമായ ഒരു ഓഡിറ്റോറിയമാണത്. അതിപ്പോൾ നമുക്ക് മറ്റെങ്ങും ഇതുപോലൊരു ഓഡിറ്റോറിയം, കേരളത്തിലെങ്ങും സ്കൂളിൽ ഇതുപോലൊരു ഓഡിറ്റോറിയം ഇല്ല, ഒരു സ്കൂളിലും ഇല്ല ഇത്രയും വലിയ ഹൈടെക് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം. അതുപോലെ തന്നെ വെച്ചാൽ ഈ കലാകായിക മേഖലയിൽ സെൻറ്റ് മേരീസ് സ്കൂൾ എപ്പോഴും മികച്ചത് മുമ്പിലാണ്. അതുപോലെ തന്നെയാണ് എക്സിബിഷൻ, പല ശാസ്ത്രമേളകൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ മുന്നിലാണെങ്കിൽ പോലും നടത്തുന്നതിന്, അത് വേദിയാകുന്നതിന് നമ്മളെ തിരഞ്ഞെടുക്കാറുണ്ട്. പലപ്പോഴും സർക്കാർ പറയാറുണ്ട് സെൻറ്റ് മേരീസിനെ ഏൽപ്പിച്ചാൽ പിന്നെ പേടിക്കാനില്ല. ഇപ്പോൾ അത് CCHനെ ഏൽപ്പിച്ചാൽ പേടിക്കാനില്ല എന്നും പറയുന്നുണ്ട്. ആ ഒരു സുരക്ഷ, ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അച്ഛൻ പറഞ്ഞതിനകത്ത് തന്നെ കാര്യമുണ്ട്. നമ്മുടെ അധ്യാപകരുടെ ആത്മാർത്ഥതയാണ് പ്രധാനപ്പെട്ടത്.
ഒരു ജോലി ഒരാൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയുണ്ടെങ്കിലേ അവിടെ ജോലി നടക്കുകയുള്ളൂ. ഒരുപറ്റം അധ്യാപകർ സെൻറ്റ് മേരീസിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരെ ഏൽപ്പിച്ചാൽ അത് മങ്ങൽ ഉണ്ടാകാതെ ഒളിമങ്ങാതെ കാത്തു സൂക്ഷിച്ച് ഭംഗിയായി നടത്തുമെന്ന് എല്ലാ ഗവൺമെൻറ് മണ്ഡലങ്ങളിലും ഇപ്പോൾ കാണാപ്പാടമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ DA ആണെങ്കിലും RDD ആണെങ്കിലും എല്ലാവരും പറഞ്ഞു ഇവിടെ വെച്ച് നമുക്കൊരു പ്രോഗ്രാം നടത്തണം. അതുപോലെ തന്നെ ICTയുടെ സെല്ലാണെങ്കിലും അവർക്കെപ്പോഴും നമ്മുടെ സ്കൂൾ മതി എന്തിന് ക്ലാസ്സുകൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും. പിന്നെ നമ്മൾ ഇത്രയും പരിപാടികൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് അത് എൻകറേജ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സമർപ്പണമാണ് ഈ മലങ്കര മക്കളുടെ ഒരു സമർപ്പണം. അവർക്ക് കിട്ടുന്ന ശമ്പളത്തെപ്പറ്റി മാത്രമല്ല, എങ്ങനെ കുട്ടികൾക്ക് കുറച്ചിതുകൂടി നന്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ശാസ്ത്ര കൗതുകമുള്ള അധ്യാപകർ ഒത്തിരിയുണ്ട്. ഒരു നല്ല മിടുക്കനായ ഒരു അധ്യാപകൻ ഇപ്പം തന്നെ ഒരു 4-5 ശാസ്ത്ര പരീക്ഷണം നടത്തി സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് 2ാം സ്ഥാനം കിട്ടി. സ്റ്റേറ്റ് ലെവലിൽ അതിൻ്റെ മോഡലുണ്ടാക്കി. അപ്പോൾ അത് നമ്മുടെ രാജീവ് എന്ന് പറയുന്ന സാറാണ്, കുറ്റിയിൽ അച്ഛൻ്റെ അനിയൻ. അതെ, മനസ്സിലായി. അങ്ങനെ മിടുക്കന്മാരായ അധ്യാപകരോടുണ്ട്. നമ്മുടെ ഹെഡ്മാസ്റ്റർ ഷെബി അബ്രഹാം സാറ് വളരെ മിടുക്കനായ ഒരു അധ്യാപകനാണ്, കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ അവിടെ കൊടുത്താൽ അവർ തന്നെ നോക്കിക്കൊള്ളും. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. അത് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്കൂള് വിട്ട് സ്റ്റുഡൻസ് പോകുന്ന സമയം ഒന്ന് വന്ന് നോക്കി നിന്നാൽ മതി. ഈ 10-12 കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്നത് വളരെ ക്രമമായിട്ട് ഡിസിപ്ലിൻഡായിട്ട് പോകുന്നത് കാണാം. അത് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല, ടീച്ചേഴ്സ് ഏറ്റെടുക്കുന്ന ഡ്യൂട്ടിയാണ്. അങ്ങനെ ഒരു ക്രമീകൃതമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയും അത് തുടർന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രിൻസിപ്പൾ എന്ന നിലയിൽ അച്ഛന് തന്നെയാണ്. പക്ഷേ അച്ഛനെ അവിടെ ലിമിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കാരണം കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു അവിടെ. മുമ്പ് മുതലേ ഗാന്ധി ദർശൻ സ്റ്റഡീസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഗാന്ധി ദർശൻ സ്റ്റഡീസിനെ പുഷ്ടിപ്പെടുത്തുന്നതിന് കുറച്ചുകൂടെ അതിൻ്റെ വിസിബിൾ സൈനായിട്ട് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു. അത് എന്ത് പ്രചോദനമാണ്, എന്ത് മാറ്റമാണ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ടായത്? പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉള്ളിൽ എപ്പോഴും ഗാന്ധിയുടെ ആശയങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപം കൊണ്ടവിടെ വെച്ചാൽ എല്ലാവരും ഉടനെ അംഗീകരിക്കത്തില്ല. അതുപോലെ രീതിയിൽ എന്ത് ചെയ്യും, റിലീജിയസ് ആയിട്ട് സത്യത്തിൽ ക്രിസ്തുവിനെയാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു രൂപം കൊണ്ട് വെച്ചാൽ പിന്നെ അതെന്താ വളരെ റിലീജിയസ് ആയിട്ട് അങ്ങ് മാറുന്നതായിട്ട് പറയും. എന്നാൽ ക്രിസ്തുവിൻ്റെ ദർശനം ജീവിതത്തിൽ ഏറ്റവും പകർത്തിയ ഒരാളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഒരു അക്രൈസ്തവനാണെങ്കിലും ക്രൈസ്തവനായിരുന്ന മഹാത്മാഗാന്ധിജിയിലാണ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ വായന, ഗിരിപ്രഭാഷണം അദ്ദേഹം വായിച്ച് അതിനെ മുഴുവൻ ഉൾക്കൊണ്ടു. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം സത്യത്തിൽ ജനിച്ചതൊരു ഹൈന്ദവനായി അതുകൊണ്ട് അങ്ങനെയായെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ അങ്ങനെ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതം. അപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒത്തിരി പുസ്തകങ്ങൾ ലോകത്തൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒത്തിരി ഉണ്ട്. ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെർച്ച് ഫോർ ട്രൂത്ത് എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ നമ്മളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ ഗാന്ധി ദർശനമുണ്ട്. ഗാന്ധിയുടെ ദർശനങ്ങൾക്ക് കൂടുതൽ ഒരാക്കം കൂട്ടുവാൻ രാവിലെ നടന്നു പോകുന്ന കുട്ടി ഗാന്ധിയെ ഒന്ന് നോക്കി എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അവനിൽ ഉണ്ടാകാതിരിക്കത്തില്ല. അതെ, കാരണം അത് ഗാന്ധിയാണ്, അത് ഗോഡ്സെ അല്ല. ഗാന്ധി ഇന്ത്യയെ മുഴുവനും പ്രചോദിപ്പിച്ച ആളാണ്. ഒരു പോസിറ്റീവ് വൈബ് രാവിലെ തന്നെ വൈബ്രേഷൻ ഉണ്ടാവും. അത് മാത്രമാണോ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതവിടെ സ്ഥാപിക്കുമ്പോൾ അവിടെ കുറേ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ഗാന്ധിയുടെ ഓരോരോ പരിപാടികൾ വരുമ്പോൾ കുട്ടികളോട് ഗാന്ധിയെപ്പറ്റി പറയുന്ന വഴിയായിട്ട് വി ക്യാൻ ഇൻസ്റ്റിൽ വാല്യൂസ്, ഗാന്ധിയൻ വാല്യൂസ് ദെയർ ഇൻ ദെയർ മൈൻഡ്സ്. ഇതൊരു സൈൻ മാത്രമാണ്. ഇതുപോലെ സ്കൂൾ പ്രോഗ്രാമിൽ നിറച്ച് കാര്യങ്ങൾ നടക്കുന്നു. മറ്റു മഹാന്മാരെ സംഭവങ്ങളും എല്ലാം റിലീസ് ചെയ്യപ്പെടുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു വർഷം ഇവിടെ ജോലി ചെയ്തത് ഓർക്കുന്നു, അച്ഛനും ഓർക്കുന്നുണ്ടാകും. അച്ഛൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ ഒരു കാര്യം അപ്പോഴും ഓർക്കുന്നതുകൊണ്ട്, ഞാൻ സിറിയക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ അതുവഴി എങ്ങാനും കടന്നുപോയാൽ ഏത് അധ്യാപകൻ പഠിപ്പിച്ചിരുന്നാലും ഏത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നാലും ഒരു മാറ്റം ആ ക്ലാസ്സിൽ വരും. ഒരു സൈലൻസിലേക്ക് കുട്ടികൾ പോകും, ഭയങ്കര കാർക്കശ്യം. എന്നാൽ അച്ഛൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു വാക്ക് പോലും വിടാതെ എല്ലാവരും പഠിക്കുന്നുമുണ്ട്.
ഭയമുണ്ട്, എന്നാൽ പഠിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ഉള്ളിലുള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അടയാളമായിട്ട് സിവിൽ സർവീസ് അക്കാഡമി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ടുള്ള അച്ഛൻ്റെ ചിട്ടയായ അക്കാഡമിക് ലെവലിലുള്ള ചിന്തകളാണോ ഇതിലേക്ക് നയിച്ചത്, അതോ വേറെ എന്തെങ്കിലും പ്രോജക്റ്റാണോ? തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരാശയം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും പ്രധാനമായിട്ട് നമ്മളെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒത്തിരി സിവിൽ സർവീസ് എൻറ്റിറ്റീസ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് പൈസ ഉള്ള ആളുകൾക്ക് അതിൽ പോയി ചേരാം. 24,000 രൂപ 50,000 രൂപ ഒക്കെയാണ് അതിൻ്റെ ഫീസ്. പക്ഷെ നമ്മുടെ ഇവിടെ കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്ക് അക്സസിബിൾ അല്ല സിവിൽ സർവീസ്. അപ്പോൾ കഴിവുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് പോലുള്ള കോഴ്സ് അക്സസിബിൾ ആകാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ല കഴിവുള്ള 100 കുട്ടികളെ ആദ്യം എടുക്കുക, അവർക്കതിൻ്റെ വേണ്ടുന്ന പ്രതികരണങ്ങൾ നൽകുക. ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ IAS ഉദ്യോഗസ്ഥനെ കൊണ്ട്, IAS ഡിഗ്രിയുള്ള ആളിനെ കൊണ്ട്, IFSകാരനെ കൊണ്ട്, സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് ഇത് എടുപ്പിക്കുമ്പോൾ കുട്ടികളിൽ IASകാരനാകണമെന്നുള്ള ഒരു ജിജ്ഞാസ, എനിക്ക് IASകാരനായാലെങ്കിലും ഒരു വലിയൊരാളാകണമെന്നുള്ള ജിജ്ഞാസ, എന്നിലൊത്തിരി കഴിവുകളുണ്ടെന്ന് അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കും നമ്മൾ. അച്ഛന് ലിറ്ററേച്ചർ ആയതുകൊണ്ട് കൂടുതലും ലിറ്ററേച്ചറാണ്. എനിക്ക് ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ചിലരെ പരിചയപ്പെടുത്താൻ പറ്റും. ഷേക്സ്പിയറെ പറ്റിയൊക്കെ ഞാൻ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് തന്നെ ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങൾ വാങ്ങാൻ തോന്നും, വായിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ചിട്ടയായ ഒരു സിവിൽ സർവീസ് അക്കാഡമി ഇവിടെ തുടങ്ങി. അതിനൊരുപറ്റം അധ്യാപകർ, നമ്മുടെ ബെന്നി സാറും നമ്മുടെ അധ്യാപകർ തന്നെയാണോ പുറത്തുനിന്ന്? നമ്മുടെ അധ്യാപകരാണ് ഇത് ഗൈഡ് ചെയ്യുന്നത്, പുറത്തുനിന്നുള്ളവർ വരുന്നത്. നമ്മുടെ അധ്യാപകർ മിനിമം കുറച്ച് പേരെ ക്ലാസ് എടുക്കത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പുറത്തുനിന്നുള്ള വളരെ റിസോഴ്സ് പേഴ്സൺസാണ്. അച്ഛാ, അതുപോലെ തന്നെ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രാധാന്യത്തോടു കൂടി ജനങ്ങൾ കാണുന്ന മീഡിയയാണ്. കുട്ടികൾക്ക് അതിൻ്റെ ഒരു വാസന വരുന്നതിന് വേണ്ടി അച്ഛനിവിടെ റേഡിയോ തുടങ്ങി, കുട്ടികൾക്ക് വേണ്ടി റേഡിയോ തുടങ്ങി. അതുപോലെ തന്നെ തിയേറ്റർ, മ്യൂസിയം, ഒരുപക്ഷെ പുതിയ ചില ആശയങ്ങളാണ്. ഒരു പുതിയ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏബിളാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ആശയങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി പരിപാടികൾ ഞാൻ ആരംഭിച്ചു. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്, 3 പ്രോഗ്രാമാണ്. ഒന്ന്, ഒരു ലാർജ് ലൈബ്രറി, 50,100 പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് ലൈബ്രറിയിലുണ്ട്. ഒരു കോളേജിലുള്ള അത്രയും പുസ്തകങ്ങൾ, കോളേജിൽ പോലും അത്രയും ഉണ്ടാകത്തില്ല. കേരളത്തിലെ ഒരു സ്കൂളിലും ഇത്രയും പുസ്തകം കാണുമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറയുകയും ചെയ്തു. ഇത്രയും പുസ്തകങ്ങൾ, ഇതൊരു അത്ഭുതമായിരിക്കുന്നു. അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്തത് ബാബാ തിരുമേനിയോടൊപ്പം. അപ്പോൾ 8,000 പുസ്തകത്തിൽ നിന്ന് 50,000-ലേക്ക് വരികയും അതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് അത് നമ്മൾ ക്രമീകരിക്കുകയും ചെയ്തു. അത് CD-യിലാക്കി, അത് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഇപ്പോൾ വലിയൊരു ലൈബ്രറി ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊന്ന്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പിസോഡ് അതിന് തന്നെ മാത്രമുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ കളക്ട് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ പാടുപെട്ടത്. ഗ്രന്ഥകാരൻ്റെ ഗ്രന്ഥപ്പുരയിൽ നിന്ന് ഇവിടുന്ന് കാസർഗോഡ് വരെ നമ്മുടെ അധ്യാപകർ പോയി എഴുത്തുകാരൻ്റെ ഒപ്പ് ശേഖരിച്ച് അവരുടെ പുസ്തകവും ശേഖരിച്ച് നമ്മുടെ ലൈബ്രറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 14 ജില്ലകൾ. അപ്പോൾ ഇതിന് ആധികാരികത കുറച്ചുകൂടി കൂടുതലാണ്. ഇത് ചുമ്മാ ലൈബ്രറി അല്ല. പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരും ബാബാ തിരുമേനിയുടെ കയ്യൊപ്പോടുകൂടി തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ, അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ സച്ചിദാനന്ദൻ, പ്രഗത്ഭരായ എഴുത്തുകാരെല്ലാവരും, അവരെല്ലാവരുടെയും ഒരു 80 പേരുടെ കയ്യൊപ്പ്. 80 എന്ന് പറയാൻ കാരണം 80-നൊരു പ്രാധാന്യമുണ്ട്. സ്കൂളിപ്പോൾ കഴിഞ്ഞ വർഷം 80 വർഷം പൂർത്തിയാക്കി. അതിൻ്റെ ജനനത്തിന് ശേഷം 80ാമത്തെ ജന്മദിനമായിരുന്നു. അപ്പോൾ അന്ന് ഒത്തിരി 80 പരിപാടികൾ ആവിഷ്കരിച്ചു. അതിൽ ഒന്ന് ലൈബ്രറി, ക്ലാസ് ലൈബ്രറി, പിന്നെ നമ്മൾ SM വോയിസ് റേഡിയോ 40.19 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലുള്ള ലഭ്യമാകുന്ന റേഡിയോ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണം ഇച്ചിരി ഒന്ന് കഴിച്ചു കഴിഞ്ഞ് ഇത് സംപ്രേഷണം ചെയ്യും. അപ്പോൾ ആർക്കും നഷ്ടമില്ല. കുട്ടികൾ ഭക്ഷണം ഈ റേഡിയോ കേട്ടോണ്ട്. അപ്പം നല്ല റേഡിയോ ജോക്കിമാരും അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസും ഭാവിയിൽ ഉണ്ടാകും. വലിയൊരു ഇതാണ് അവർക്ക് കൊടുക്കുന്നത്. അതിന് വലിയൊരു ജോക്കികളുടെ തന്നെ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തി അവരെ തിരഞ്ഞെടുക്കും. അതുപോലെ ഓരോ ആഴ്ചയിൽ ഓരോ ഗ്രൂപ്പിന് കൊടുക്കും പ്രോഗ്രാം. നല്ല സ്കൂളിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ, വയലിനിസ്റ്റ്,
ഗിറ്റാറിസ്റ്റ്, ഫ്ലൂട്ട് വായിക്കുന്ന ആളുകൾ, പ്രസംഗിക്കുന്നവർ, അങ്ങനെ നാനാവിധത്തിലുള്ള കഴിവുകളെ കണ്ടെത്തും. നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാനാവിധത്തിൽ കുട്ടികളിലുള്ള കഴിവുകൾ പല മേഖലകൾ കൊടുത്താലേ ഈ 12,000 വിദ്യാർത്ഥികളെ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് വഴിതിരിച്ച് വിടാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ച് മ്യൂസിയം വന്നു. ഈ കേരളത്തിലെങ്ങും മുമ്പ് സ്കൂളിൽ ഇതുപോലൊരു മ്യൂസിയം ഉണ്ടാവില്ല. അതുകൊണ്ട് 400 ഐറ്റംസ് ഉൾച്ചേരുന്ന മനോഹരമായൊരു മ്യൂസിയം. അതുപോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല സ്കൂളുകളിൽ തിയേറ്റർ എന്ന കോൺസെപ്റ്റും നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഒരു തിയേറ്റർ, സ്കൂൾ തിയേറ്റർ. കുട്ടികൾക്ക് സിനിമ കാണാനല്ല, മറിച്ച് ഹിസ്റ്റോറിക്കൽ CD ഒക്കെ ഇട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ളതും മറ്റ് ചില കാര്യങ്ങളും മറ്റ് ചില വ്യക്തികളെ പരിചയപ്പെടുത്തി പഠനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. സംവിധാനം നല്ലത്, സംവിധാനം മികച്ച ഒരു തിയേറ്ററിൻ്റെ AC ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു തിയേറ്റർ സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒത്തിരി പരിപാടികൾ. അപ്പോൾ പൊതുസമൂഹം പറയുന്നത് തെറ്റല്ല, ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. അതിനൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. എപ്പോഴും 100% വിജയമാണ് ഈ സ്കൂളിന്. എന്നാൽ ഒരു പ്രത്യേകത, ഫിൽട്ടറിങ് ഇല്ലാതെ തന്നെ സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ നമ്പർ വളരെ കൂടുതലാണ്. എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ, കുറച്ച് പേരെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രക്ഷപ്പെടുത്താൻ ഇത്രയും പാടുപെടണ്ടായിരുന്നു, കഷ്ടപ്പെടണ്ടായിരുന്നു? എല്ലാവരും ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നൈറ്റ് ക്ലാസ് വെക്കുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഒരുപാട് വെക്കുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകൾ ഉൾക്കൊള്ളാനാണ്. കഴിഞ്ഞ വർഷം 2019-20 പരീക്ഷ എഴുതി 20 മാർച്ചിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ 1875 വിദ്യാർത്ഥികളാണ്. 1875 വിദ്യാർത്ഥികൾ. സ്കൂളിൽ പോലും ഇത്രയും പേര് ഉണ്ടാകില്ല, മൊത്തത്തിൽ അത്ര ഉണ്ടാകത്തില്ല. 1 മുതൽ 1875 കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നപ്പോൾ 1874 പേരും ആദ്യം ജയിച്ചു. ഒരാൾക്ക് ഒരു വിഷയത്തിന് 2 മാർക്ക് കുറഞ്ഞു. അവൻ റീവാല്യുവേഷൻ കൊടുത്തപ്പോൾ അവനും അത് കിട്ടി. അങ്ങനെ 38 വർഷത്തെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ 100% വിജയം സ്കൂള് കരസ്ഥമാക്കി. അത് ഞങ്ങളുടെ കാലത്ത്, എൻ്റെ എബിസാറിൻ്റെ കാലത്ത് നടന്നു കാണുന്നതിലും നമുക്ക് വലിയ സന്തോഷം. ഇത് ചുമ്മാ കിട്ടുന്നതല്ല. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഡിസിപ്ലിനിലൂടെ വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എവിടെയെങ്കിലും ഡിസിപ്ലിൻ തകർന്നു പോയാൽ ഈ റിസൾട്ട് എല്ലാം എന്ത് ചെയ്യും? താഴെ പോകും. അപ്പോൾ ഈ ഡിസിപ്ലിനിൽ അധിഷ്ഠിതമായിട്ട് ഒരു പട്ടാളമാണെങ്കിൽ നോക്കിക്കുമോ, ആവശ്യത്തിന് ഡിസിപ്ലിൻ ഇല്ലാത്ത പട്ടാളമാണെങ്കിൽ അത് പരാജയപ്പെടും ഇന്ത്യൻ യുദ്ധത്തിൽ പോയാൽ. അപ്പോൾ നമുക്കെല്ലാവർക്കും കുറേ ഒരു ഡിസിപ്ലിൻ വേണം. ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തത് ഡിസിപ്ലിനാണ്. അതുണ്ടാകണം. അച്ഛനത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കത് ഉണ്ടാകും, അത് ഉറപ്പാണ്. അതിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം, കോവിഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെ നമ്മളത് പ്രതികരിച്ചു? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? നമുക്ക് ഈ കഴിഞ്ഞതിൻ്റെ 17 വെള്ളപ്പൊക്കം വന്നപ്പോൾ, 17-18 വെള്ളപ്പൊക്കം വന്നു. ഓണത്തിൻ്റെ സമയത്ത് 18-19 വർഷങ്ങളിൽ ഭയങ്കര മഴയായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇവിടെ എല്ലാം ചെങ്ങന്നൂരൊക്കെ വെള്ളം കയറി മുങ്ങിയ സമയത്ത് നമ്മൾ ഉടൻ തന്നെ PTA ചേർന്ന് നിന്ന് ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ കളക്ട് ചെയ്ത് ആറന്മുള പ്രദേശത്ത്, ചെങ്ങന്നൂർ പ്രദേശത്ത് ഞാനും കൂടി പോയി 2 ബസ് നിറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഞാനും അധ്യാപകരും എല്ലാം കൂടി. ഇവിടെ സ്കൂളിൽ തന്നെ ബാബാ തിരുമേനി വന്ന് മെമ്പർ VK പ്രശാന്ത് MLA കുറേ സാധനം ഏൽപ്പിച്ചു. പിന്നെ ഒരു ലോറി ടോറസിൽ വയനാട്ടിലേക്ക് ഒരു ടോറസ് നിറയെ സാധനങ്ങൾ കയറ്റി അയച്ചു. ആ ടോറസിൽ തന്നെ പോയ സാധനങ്ങൾ ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ട്. നമ്മളെ കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം അകമഴിഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കിയതിന്. അതനുസരിച്ച് അധ്യാപകരെല്ലാം ക്രമീകരിച്ചു. അധ്യാപകർ അതനുസരിച്ച് വർക്ക് ചെയ്തു. വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നവരുണ്ട്, കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ വലിയൊരു സഹായം ഈ PTA ഭാഗത്ത് നിന്നും നമ്മൾ ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റ് ഭാഗത്തും ചെയ്യാൻ പറ്റി. അതുപോലെ ഓക്കി ദുരന്തം വന്നപ്പോൾ ഒറ്റ ദിവസം നമ്മൾ 2 ലക്ഷം രൂപ, നമ്മൾ 4 ലക്ഷം രൂപ പിരിച്ച് ഗവൺമെൻറ്റിന് കൊടുത്തു, കുട്ടികളുടെ പൈസ. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 4500 പൊതികൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാം. കുട്ടികളെല്ലാം കൊണ്ടുവന്നതാണ്. ഒരു കുട്ടി ഒരു പൊതിയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കി ദുരന്തപ്പെട്ടവർക്കെല്ലാം അത് എത്തിച്ചു കൊടുത്തു. പിന്നെ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുത്തു. അവിടെയും നമ്മുടെ സ്കൂൾ സജീവമായിരുന്നു. ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്ത് സംരംഭം വന്നാലും ഏറ്റവും മുമ്പിൽ ആദ്യം ഇറങ്ങുന്നത് എൻ്റെ 6 വർഷത്തെ പരിചയത്തിൽ സെൻറ്റ് മേരീസ് സ്കൂളാണ്.
അതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചപ്പോഴും അത് തന്നെയാണ്. സെൻറ്റ് മേരീസ് സ്കൂൾ എപ്പോഴും മുമ്പിൽ തന്നെയാണ്. അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ 1000 കുട്ടികൾക്കാണ് കിറ്റ് കൊടുത്തത്. ഒരു കിറ്റിന് 800 രൂപ വീതം ക്രമീകരിക്കത്തക്ക PTA സഹായത്തോടെ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുന്നവരെ ക്ലാസ് ടീച്ചേഴ്സ് ഒരു ഫണ്ട് റൈസിനുള്ളൊരു സാധ്യത ഇല്ലാതിരുന്ന സമയത്ത് തന്നെയാണ്. അതിന് PTA വളരെയേറെ സഹായിച്ചു. അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്ന ഫണ്ട് എടുത്താണ് കുട്ടികൾക്ക് ഈ 800 രൂപയുടെ വില വരുന്ന ഓരോ കിറ്റ് നമ്മൾ റെഡിയാക്കി കൊടുത്തത്. അതിനകത്ത് 18 ഐറ്റം ഉണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ വന്നു, കുട്ടികൾ വരണ്ട, കോവിഡിൻ്റെ കാലമായതുകൊണ്ട്. അതെങ്ങനെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഈ കുട്ടികളെ 12000 എന്ന് ചോദിച്ചാൽ, ഓരോ ക്ലാസ് ടീച്ചറിന് പറയാം ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു ക്ലാസ്സിലെ 4 കുട്ടികളെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നു, അവരുടെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നു, രക്ഷകർത്താവ് വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. അവരെല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യും, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അച്ഛാ, ഒരു 80 വർഷത്തെ സുദീർഘമായ ചരിത്രം, ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ മനോഭാവം എങ്ങനെയാണ്? എന്തെങ്കിലും അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാറുണ്ടോ? അവർ സ്കൂളിനോട് കാണിക്കുന്ന പ്രതിബദ്ധത എങ്ങനെയാണ്? നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പേര് കോസ്മോസ് എന്നാണ്. കോസ്മോസ് കൺവെർജൻസ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് സെൻറ്റ് മേരീസ് സ്കൂൾ. വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പോഴവർ പ്രവർത്തിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ഇതൊന്നുകൂടെ റീഓർഗനൈസ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന പേരിനുണ്ടായിരുന്നു, ശക്തമായി അത് ശക്തമാക്കി തീർത്തു. അതിനോടുകൂടി 2018 ഞങ്ങളൊരു ആഗോള കോസ്മോസ് സമ്മേളനം, സെൻറ്റ് മേരീസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗോള സമ്മേളനം നടത്തി. ആഗസ്റ്റ് മാസം 24-ാം തീയതി 2018 1500-2000-ഓളം പേര് അതിൽ സംബന്ധിച്ചു. അത് വലിയൊരു റെക്കോർഡായിരുന്നു. സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്തത് കൂടണമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് 19 തൊട്ട് ഇങ്ങനെ കോവിഡിൻ്റെ അസ്വസ്ഥത വന്നു. ഇപ്പോഴും കോവിഡിൻ്റെ അസ്വസ്ഥത വന്നപ്പോഴും നമ്മുടെ ഈ കോസ്മോസിലെ അംഗങ്ങൾ അവർ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന സഹായം ഏതാണ്ട് 300 മൊബൈൽ, നമ്മുടെ സ്കൂളിൽ ഈ കോവിഡിൻ്റെ സമയത്ത് 300 മൊബൈൽ കുട്ടികൾക്ക് കൊടുത്തു. ഒരു 10ഓളം TV കൊടുത്തു. അതുപോലെ തന്നെ 3-4 കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഇതെല്ലാം കുട്ടികൾക്ക് കൊടുത്തു. അതിന് പ്രധാനമായി സഹായിച്ചത് കോസ്മോസാണ്. അവർ പൂർവ്വ അധ്യാപകരെ കണ്ടു, പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടു, എല്ലാവരെയും കണ്ടു കേട്ട് അവരിത് ക്രമീകരിച്ച് കുട്ടികളെ അത് പഠിപ്പിച്ച് അവരുടെ രക്ഷകർത്താക്കളെ വിളിച്ച് പഠിപ്പിച്ച് വലിയൊരു സ്ട്രെനുവസ് വർക്കായിരുന്നു. 1.5 മാസം കൊണ്ട് ഇതെല്ലാം പഠിപ്പിച്ച് ജിയോ മൊബൈലും കൊടുത്ത് നെറ്റിൻ്റെ കണക്ഷനും റെഡിയാക്കി കൊടുത്ത് കോസ്മോസ് അങ്ങനെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് അച്ഛൻ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിരവധി 15ഓളം ഏറ്റവും മികച്ച അവാർഡുകൾ അച്ഛൻ ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 2018 കേരള സംസ്ഥാനം എനിക്ക് ഏറ്റവും നല്ല മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള അവാർഡ് നൽകി എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അതാണ് ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ അവാർഡ്. പിന്നെ നാഷണൽ അവാർഡുകൾ 3-4 നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ സെൻറ്റ് മേരീസിൽ വന്നതിന് ശേഷം. അതെ. ഇന്ത്യൻ അച്ചീവേഴ്സ് അവാർഡ്, ഇന്ത്യൻ ഇൻ്റഗ്രേറ്റഡ് അച്ചീവേഴ്സ് അവാർഡ്, പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് പഞ്ചാബ് ലവ്ലി യൂണിവേഴ്സിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡുണ്ട്. അത് വോട്ടിട്ടാണ് പോളിങ്ങിലൂടെ ഇന്ത്യയിൽ മുഴുവനുമുള്ള ആൾക്കാർ വോട്ടിട്ട് മികച്ച കേരളത്തിലെ അധ്യാപകനുള്ളതിൽ പഞ്ചാബ് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ലവ്ലി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മികച്ച ഒരുപാട് അധ്യാപകർ അതിൽ പങ്കെടുത്തു. പക്ഷേ അത് എനിക്കാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ ജി കാർത്തികേയൻ്റെ പേരിൽ, പഴയ സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ അവാർഡ് ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതിൽ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ വേലായുധൻ അവാർഡ് ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ്, ഇത് വേലായുധൻ സാറിൻ്റെ പേരിലുള്ളതും സ്റ്റേറ്റ് അവാർഡാണ്, ജി കാർത്തികേയൻ്റെ പേരിലുള്ളതും സ്റ്റേറ്റ് അവാർഡാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ടീച്ചർ പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭാരത ശിക്ഷാരത്നൻ നാഷണൽ അവാർഡ്, ഇങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു അവാർഡുകൾ ഞാൻ എഴുതിയിട്ടില്ല. ഇനിയും എത്രയോ അവാർഡ് ലഭിക്കാനിരിക്കുന്നു.
അച്ഛ ഇതെല്ലാം അച്ഛൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അച്ഛൻ ലഭിച്ച ചെറിയ ചില അവാർഡുകളാണ്. ഇതിനേക്കാളും വലിയ അവാർഡാണ് അച്ഛൻ്റെ പൗരോഹിത്യം. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടരുകയാണ്. ഞാൻ കൊട്ടാരക്കര ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പുലമൺ വികാരിയായിരുന്നപ്പോൾ അച്ഛൻ അവിടെ ജില്ലാ വികാരിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു അച്ഛൻ്റെ ആ ഡിസിപ്ലിൻ, മറ്റുള്ളവരോട് ഞങ്ങളെയൊക്കെ അച്ഛന്മാരെ പ്രചോദനാത്മകമായിട്ട് ഓരോ ശുശ്രൂഷയിലേക്ക് അച്ഛൻ നയിക്കുന്നത് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ MCAയുടെ ഡയറക്ടറായിട്ട് അച്ഛൻ ഇരിക്കുന്ന കാലം ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട് അവരുടെ സുവർണകാലം CC അച്ഛൻ ഡയറക്ടറായിരുന്നപ്പോഴുള്ളതാണ്. അച്ഛൻ ഇരുന്ന ഇടവുകൾ, എരുത്താവൂര് പോലുള്ള സ്ഥലങ്ങൾ, ഏത് സ്ഥലത്തായാലും അച്ഛൻ്റെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ശുശ്രൂഷ പോലെ തന്നെ ജനങ്ങൾ ഓർക്കുന്നത് അച്ഛൻ്റെ പുരോഹിതൻ എന്നുള്ള ശുശ്രൂഷയാണ്. അച്ഛന് ചില ഓർമ്മകളെങ്കിലും ഉണ്ടാകത്തില്ലേ? ചുരുക്കത്തിൽ എന്ത് തോന്നുന്നു? എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എൻ്റെ പൗരോഹിത്യ ജീവിതം തന്നെയാണ്. പിന്നെ സഭ നമ്മളെ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ യാതൊരു തരത്തിലുള്ള കുറവും കാണിക്കാതെ നമ്മൾ എന്തായിരിക്കുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുക. ഒരു ഡ്യൂപ്ലിസിറ്റി എന്നുള്ളൊരു നേച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോകും, ചെയ്തത് മറന്നു പോകും, ഇനി ചെയ്യാൻ വരുന്നത് മറന്നു പോകും. അവിടെയാണ് ഡ്യൂപ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ വരും. നമ്മൾ നേരെ സ്ട്രെയിറ്റ് വേ നമ്മുടെ ജോലിയിൽ പോയാൽ, ഞാൻ ഇരുന്നിട്ടുള്ള ഇടവുകളെല്ലാം ചെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇരുന്നിട്ടുള്ളതിൽ, മിക്കവാറും ആളുകൾ പറയാൻ സാധ്യതയുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ, ഞങ്ങൾക്ക് ഇരുന്നിട്ടുള്ളതിൽ ഞങ്ങളുടെ സുവർണകാലം ജോണച്ചൻ്റെ CC ജോണച്ചൻ്റെ പലരും അത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ അഭിമാനമുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുകയാണ്. ഞാൻ സന്ദർശിക്കാത്ത വീടുകൾ, ഒരു 5 പ്രാവശ്യങ്ങളിൽ സന്ദർശിക്കാത്ത ഒരു വീടും ഒരു പള്ളിയിലും കാണത്തില്ല. 38 പള്ളികളിൽ ഞാൻ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേഹസദൻ്റെ ഡയറക്ടർ, നമ്മുടെ ക്യാൻസർ സെൻറ്റർ, അവിടെ ഡയറക്ടറായിട്ടിരുന്നുണ്ട്, MCAയുടെ ഡയറക്ടറായിട്ടിരുന്നിട്ടുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് പറയുന്നത് കൊണ്ടാണ് എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ഉയർത്തുന്നത്. എവിടെങ്കിലും എന്തെങ്കിലും ആകാൻ സാധിച്ചെങ്കിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം സ്നേഹിക്കുന്നവരെ, തൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി തടസ്സങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. അതെല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു. സഹനങ്ങളിലൂടെ കടന്നുപോയ എത്രയോ കാലങ്ങളുണ്ട്. നമ്മൾ ഒരു നല്ലതെന്ന് പറയിക്കണമെങ്കിൽ 1000 നന്മ ചെയ്താലേ പറ്റത്തുള്ളൂ. മോശമെന്ന് പറയിക്കാൻ ഒരു ചെറിയ കാര്യം മതി. അത് സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രിൻസിപ്പലിനൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്ന ലോകമാണ്. തിരുവനന്തപുരത്തൊരു പ്രിൻസിപ്പലായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെൻറ്റ് മേരീസിൻ്റെ എന്ന് പറയുമ്പോൾ ആപാലവൃദ്ധ ജനങ്ങൾ വലിയൊരു അഭിമാനമാണ്, അതുപോലെ വെല്ലുവിളിയാണ്, ഒരു വെല്ലുവിളിയും കൂടിയാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. വളരെ ചലനാത്മകമായ ചടുലതയുള്ള പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ 30 വർഷത്തെ വൈദിക ജീവിതത്തിനൊപ്പം ജീവിതത്തിലുടനീളം ചെയ്ത ശുശ്രൂഷകളെല്ലാം തന്നെ വളരെ ഇംപ്രസീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തായാലും സഭാ ശുശ്രൂഷയിലായാലും പ്രവർത്തിച്ച അച്ഛന് ഇനിയും ഏറെ വർഷങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ ശോഭിക്കാൻ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാത്തലിക് TVയിലെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് വന്നതിന്, ആശയങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി.